നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ആ ചെങ്ങായി കുറച്ച് പൊട്ടാസ്യം കലക്കി കൊടുക്കൂ. ഇതിപ്പോൾ ആദ്യമായിട്ടല്ല ഇങ്ങനെ സംഭവിക്കുന്നത്. ആഞ്ചലോട്ടി കളി കഴിഞ്ഞതിന് ശേഷം റയോ വെല്ലക്കാനോയുടെ ഗോൾ കീപ്പറെക്കുറിച്ച് പറയുകയാണ്. ഇന്നലെ റയോ വെല്ലക്കാനോയും റയൽ മാഡ്രിഡും തമ്മിൽ 3-3 സമനിലയിൽ പിരിഞ്ഞ മത്സരം. ആ മത്സരത്തിൽ ടൈം വേസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ റയോ വെല്ലക്കാനോയുടെ ഗോൾ കീപ്പർ നടത്തുമ്പോൾ ആഞ്ചലോട്ടി അസ്വസ്ഥനായിരുന്നു. അദ്ദേഹത്തിന് പരിക്ക് പറ്റുന്നു, ക്രാമ്പ് എന്ന രൂപത്തിൽ ഒക്കെയുള്ള കാര്യങ്ങളാണത്. യഥാർത്ഥ ക്രാമ്പാണോ അതല്ല ടൈം വേസ്റ്റിംഗ് ആണോ എന്നൊക്കെ അദ്ദേഹത്തിനെ അറിയുകയുള്ളൂ, ഗോൾ കീപ്പർക്ക് അറിയുകയുള്ളൂ. ഏതായാലും ആഞ്ചലോട്ടി അതിന് അഭിനയം എന്ന രൂപത്തിൽ തന്നെ എടുക്കുന്നു. അദ്ദേഹം കളി കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് പറയുന്നുണ്ട്, റയോ ഗോൾ കീപ്പർക്ക് കുറച്ചുകൂടി പൊട്ടാസ്യം കൊടുക്കണം. ദ റയോ ഗോൾ കീപ്പർ നീഡ്സ് ടു ടേക്ക് എ ലിറ്റിൽ മോർ പൊട്ടാസ്യം. ഹി കെപ്റ്റ് ഗെറ്റിംഗ് ക്രാംസ്. അയാൾക്ക് ഇങ്ങനെ ക്രാംസ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് ആദ്യമായിട്ടല്ല അയാൾക്കിത് സംഭവിക്കുന്നത്. ഇത് മുമ്പും ഇതേ പണിയൊക്കെ അവൻ ഒപ്പിക്കുന്നതാണ് എന്ന് തന്നെ ഇപ്പോൾ കോച്ച് ആഞ്ചലോട്ടി പറഞ്ഞു. ആഞ്ചലോട്ടിക്ക് എന്തായാലും മത്സരം സമനിലയായതിൽ വലിയ രൂപത്തിലുള്ള നിരാശയുണ്ട്. കളിക്ക് ശേഷം അദ്ദേഹം റഫറി പെനാൽറ്റി കൊടുക്കാത്തതിനെ കുറിച്ചും എടുത്തു പറയുന്നുണ്ട്. 2025 സൂപ്പർ ആയിരിക്കുമെന്നത് എനിക്ക് ഉറപ്പുണ്ടെന്നും, എന്നാൽ 2024 മികച്ച രൂപത്തിൽ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇനിയുള്ള മത്സരം വിജയിക്കണം, ഇന്റർ കോണ്ടിനെന്റൽ കപ്പിൽ മുത്തമിടണം എന്നൊക്കെ അദ്ദേഹം കളിക്ക് ശേഷം പറയുകയുണ്ടായി. ഇപ്പോൾ റയലിനെ സംബന്ധിച്ചിടത്തോളം ബാഴ്സയേക്കാൾ ഒരു പോയിന്റ് പുറകിലായി പോയി. ഈ കളി വിജയിച്ചിരുന്നെങ്കിൽ ബാഴ്സയെ മറികടന്ന് ഒന്നാം സ്ഥാനത്തേക്ക് എത്താനുള്ള സുവർണാവസരമായിരുന്നു റയലിന് എന്ന കാര്യം കൂടി ഓർക്കുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.